Alhamdulillah. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala rasulihi ameen. Wa ala alihi wa sahbihi ajma'een. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri. وحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെപ്പോഴും വർഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും കാരുണ്യവാനായ ദയാലുവായ നാഥൻ നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒരു ഒരുക്കത്തിലാണ്, ഒരു വിശിഷ്ടമായ ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കറിയാം, ഖുർആൻ അവതരിക്കപ്പെട്ടത് വിശുദ്ധ റമളാനിലാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക ലോകത്തെ ഉലമാക്കൾക്കിടയിൽ ഒരു രസകരമായ ഒരു ചർച്ചയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം പറയുന്നത് റമളാന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ഖുർആൻ റമളാനിൽ അവതരിക്കപ്പെട്ടത് എന്നാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് ഖുർആൻ അവതരിക്കപ്പെട്ടത് കൊണ്ടാണ് റമളാന് ആ ശ്രേഷ്ഠത കൈവന്നത് എന്നാണ്. ഈ ചർച്ചയുടെ കോലം ഏതാണ്ട് തെങ്ങാണോ തേങ്ങയാണോ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് എന്ന തരത്തിലുള്ള ഒരു കോലമാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന, അതിൽ പോലും വലിയ വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, കെട്ടുറപ്പുള്ള, സുരക്ഷിതത്വമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താക്കളാണ് നമ്മൾ എന്നതിൽ ഈ കാലഘട്ടത്തിലും അതിജീവിക്കുകയും അതിഗംഭീരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ദീനിന്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന സംഗതിയാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല റമളാനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ അതിനൊരു മറുപടി നൽകുന്നുണ്ട്. അല്ലാഹു പറയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ. അല്ലാഹുവിന്റെ സവിശേഷമായ അധികാരത്തിൽപ്പെട്ട ഒരു അധികാരമാണ് വറബ്ബുക യഖ്ലുഖു മാ യശാ. നിന്റെ റബ്ബ് എന്ത് സൃഷ്ടിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവൻ മാത്രമാണ്.
പക്ഷെ അവിടെ കൊണ്ട് ആയത്ത് അവസാനിക്കുന്നില്ല. വയഖ്താർ, എന്ത് തെരഞ്ഞെടുക്കണം, ആരെ തെരഞ്ഞെടുക്കണം, ഏത് സമയം തെരഞ്ഞെടുക്കണം, ഏത് സാഹചര്യം തെരഞ്ഞെടുക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള സവിശേഷമായ അധികാരം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വേറൊരാൾക്കും അതിന് സാധ്യമല്ല. നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ടും നമ്മുടെ ചുറ്റുപാടുകളിലോട്ടും ഒക്കെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നാളെ മുതൽ ഞാൻ കണ്ണുകൊണ്ട് കാണില്ല, ഞാൻ ചെവി കൊണ്ടേ കാണൂ എന്നൊരാൾ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമില്ല. അള്ളാഹു എന്താണോ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്, കാണാൻ അള്ളാഹു എന്താണോ തീരുമാനിച്ചിട്ടുള്ളത്, ആ അവയവം കൊണ്ടേ നിനക്ക് കാണാൻ കഴിയൂ, ആ അവയവം കൊണ്ടേ നിനക്ക് കേൾക്കാൻ കഴിയൂ. അള്ളാഹു എന്തുദ്ദേശിക്കുന്നോ അത് അള്ളാഹു തെരഞ്ഞെടുക്കും. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ റമദാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരണം. ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം ഇത് വിശുദ്ധ റമദാനാണ്. ഫുത്തിഹത്ത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം അത് റമദാനാണ്. ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശലോകത്തെ കവാടങ്ങൾ തുറക്കപ്പെടാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം അത് റമദാനാണ്. ഉൽഖത്ത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ കൊട്ടിയടയ്ക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്ത മാസം അത് റമദാനാണ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, യാ ബാഗിയശ് ശർ അഖ്സിർ, നന്മയെ കൊതിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അത് നിർത്തൂ എന്ന് മാലാഖമാർ വിളിച്ചു പറയാൻ നിയോഗിക്കപ്പെട്ട മാസം, തെരഞ്ഞെടുത്ത സമയം അത് വിശുദ്ധ റമദാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ എല്ലാ രാത്രിയും റമദാനിൽ കണ്ടുമുട്ടും. എന്താണ് വിഷയം എന്ന് വെച്ചാൽ യുദാരിസുഹു, അള്ളാന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ദറസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ദറസ് നടത്താൻ വേണ്ടി അള്ളാഹു ജിബ്രീലിനെ ഏൽപ്പിച്ച മാസവും വിശുദ്ധ റമദാനാണ്. യസ്തഗ്ഫിറുൽ മലായികതു ഹത്താ യുഫ്തിറു, ഓരോ നോമ്പുകാരനും അവൻ നോമ്പ് തുറക്കുന്ന സമയത്തോളം മാലാഖമാർ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതും റമദാനാണ്. തൗബയുടെ വാതിലുകൾ തുറക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുത്തതും റമദാനാണ്. മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തതും റമദാനാണ്. ഇതാണ് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ റബ്ബ് എന്ത് സൃഷ്ടിക്കണമെന്നും എന്ത് തെരഞ്ഞെടുക്കണമെന്നും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. റമദാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് ഷഹ്റുൻ മുബാറക്. ഷഹ്റുൻ മുബാറക്, മുബാറക് എന്ന് വെച്ചാൽ നമുക്കറിയാം ബറക്കത്ത്, അനുഗ്രഹം. അനുഗ്രഹം വാരിച്ചൊരിയുന്ന മാസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ പരിചയപ്പെടുത്തിയത്. ഈ മുബാറക് എന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ഖുർആനാണ്. ഖുർആനെയും റമദാനെയും ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പൊതുവായ ഒരു പേര് മുബാറക്, ബറക്കത്തുള്ള ഗ്രന്ഥം, ബറക്കത്തുള്ള മാസം, അനുഗ്രഹീതം എന്നാണ് ദീനുൽ ഇസ്ലാം അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്.
നാമാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. എങ്ങനെയുള്ള ഗ്രന്ഥം? മുബാറക്, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് ഞാനാണ്. ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ആ ഗ്രന്ഥത്തെ പിൻപറ്റുക, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ കാണിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓരോരുത്തരെയും ഉണർത്തി. അപ്പൊ ബറക്കത്ത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റമളാൻ ബറക്കത്താണ് എന്നാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ കണ്ണിൽ ബറക്കത്ത് എന്ന് വെച്ചാൽ എന്താ? യഥേഷ്ടം തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈവരിക എന്നുള്ളതാണ് ആണ് ബറക്കത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ റമളാനില് തീറ്റയും കൂടിയില്ല. അതാണ് അതിന്റെ രസകരമായിട്ടൊരു സംഗതി. അപ്പൊ പിന്നെ ബറക്കത്ത് എന്താ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഷാഫി മദ്ഹബിലെ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ഈ ഖുനൂത്തിൽ ഒരു വാചകമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈത്, ബാരിക് ലനാ ഫീമാ അഅ്തൈത്. അല്ലാഹുവേ, നീ എനിക്ക് എന്താണോ നൽകിയത് ആ നൽകിയതിൽ നീ എനിക്ക് ബറക്കത്ത് തരണേ എന്നാണ് ആ പ്രാർത്ഥന. അപ്പൊ നൽകിയതിൽ തൃപ്തിപ്പെടാൻ, നൽകിയതിനെ അനുഗ്രഹീതമാക്കിയെടുക്കാൻ, നമ്മുടെ കയ്യിലുള്ളതിനെ മുതലാക്കിയെടുക്കാൻ, അതിനെ വളർത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അവിടെയാണ് ബറക്കത്തിരിക്കുന്നത്. ഇപ്പൊ ഖുർആനും റമളാനും ബറക്കത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എന്താണോ നമ്മുടെ കൈവശമുള്ളത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതഗന്ധിയായിട്ട് മാറാനുമുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിശുദ്ധ ഖുർആനിലെ പരലോകത്ത് മഹ്ശറയിലെ എല്ലാവരും നിൽക്കുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് ഖുർആൻ നമ്മളെ ഇങ്ങനെ പരിചയപ്പെടുത്തി പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ആ മഹ്ശറയിലെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച്, ആളുകളുടെ ക്ഷമയില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു ഭാഗത്ത് ഖുർആൻ പറയുകയാണ്, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ആകാശം പൊട്ടിപ്പിളരും, എന്നിട്ടൊരു മേഘം മാത്രമാകും. നമ്മുടെ മേലുള്ള കാര്യമാണ്. വളരെ ഭീകരമായ അന്തരീക്ഷമാണ്. എന്നിട്ടോ വനുസ്സിലൽ മലായികതു തൻസീല, മലക്കുകൾ മാലാഖമാരിങ്ങനെ ഇറങ്ങി വരും. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അന്ന് അധികാരം റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിന് മാത്രമായിരിക്കും. ഒരാൾക്കും യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത്, ആ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ഒരു കയ്യിൽ ആകാശലോകം മുഴുവൻ ഉണ്ടാകും, മറുകൈയിൽ ഭൂമി ഉണ്ടാവും. അങ്ങനെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കൂ അത്രേ, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. അള്ളാഹു ചോദിക്കും, ഐനൽ ജബ്ബാർ അനൽ മലിക്, എല്ലാ രാജാധികാരവും ആധിപത്യവും എനിക്കാണുള്ളത്, എന്റെ കയ്യിലാണ്, ഞാനാണ് മാലിക്കുൽ മുൽക്ക്. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. എവിടെ അഹങ്കാരികൾ? എവിടെ ഏകാധിപതികൾ? എവിടെ ജബ്ബാറൂൻ? ഏകാധിപതികൾ എവിടെ? ഭൂമിയിൽ ഒരുപാട് ഏകാധിപതികൾ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ, ആരെവിടെ ജീവിക്കണം ആരെവിടെ ജീവിക്കരുത് എന്ന് തീരുമാനിക്കുന്നവർ, ഭരണാധികാരികൾ, അധിപതികൾ, എല്ലാവരും ഇങ്ങനെ പഞ്ചപുച്ഛമടച്ചിങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ, ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായി എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു ചോദിക്കും, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. അഹങ്കാരികളുണ്ടല്ലോ, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്നവർ, അവരെ വേദനിപ്പിക്കുന്നവർ, അവരുടെ വേദനയിൽ സന്തോഷവും സുഖവും കണ്ടെത്തുന്നവർ, തന്റെ നേട്ടങ്ങളെ കുറിച്ച്
അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവർ. അള്ളാഹ് ചോദിക്കും, മൈനൽ മുതകബ്ബിറൂൻ, എവിടെ അത്തരത്തിലുള്ള ആളുകൾക്ക് എവിടെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും. എന്നിട്ട് പ്രവാചകൻ ഈ ഹദീസ് വിവരിക്കുമ്പോ ഒരായത്ത് കൂടി ഇതിന്റെ കൂടെ പ്രവാചകൻ ഓതുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, നിങ്ങൾ ആരും അള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധമൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞു തരികയാണ്. അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അന്ന് കാരുണ്യവാനായ അല്ലാഹുവിന് മാത്രമായിരിക്കും സർവ്വാധികാരവും. അവിടെ അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ എന്നാണ് പറഞ്ഞത്. റഹ്മാൻ, അല്ലാഹു അവന്റെ സർവ അധികാരവും പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ, മറ്റൊരാൾക്കും യാതൊരു അധികാരവും ഇല്ലാത്ത ഘട്ടത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള വാക്കെന്താണ്? അർ റഹ്മാൻ, കാരുണ്യവാനായിരിക്കും. ഒരുപാട് അർത്ഥമുണ്ട് അതിന്, ഒരുപാട് അർത്ഥം. ഒന്ന്, ഒരാൾക്കും ഒരു അനീതിയും അവിടെ ഉണ്ടാവൂല എന്നാണ്. മറ്റൊരർത്ഥം, ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞു തരുന്നത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാൻ, നിങ്ങൾ സൂക്ഷിക്കാൻ, ജീവിതത്തെ നന്നാക്കാൻ ഇത് പറഞ്ഞു തരിക. ഇങ്ങനെ ഒരു ദിവസവും സമയവും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു തരുന്നത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, ഒരു അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ വഴിക്ക് പോകുവോ? ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് അവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആ ലാസ്റ്റ് മൊമെന്റിൽ തകിടം മറിഞ്ഞത് ഫ്ലൈറ്റ്. 80 പേരുണ്ടായിരുന്നു, 80 പേരും രക്ഷപ്പെട്ടു, കാരണം മറിഞ്ഞിട്ടും രക്ഷപ്പെട്ടു. പക്ഷെ കയറുന്നതിന് മുമ്പ് പറയാ, ലാസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു കരണം മറിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ ഫ്ലൈറ്റിൽ കയറുവോ? അപ്പൊ വരാൻ പോകുന്ന കാര്യത്തെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണയാണ്. എല്ലാവരും നേരിടാൻ പോകുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. തുടർന്ന് ഖുർആൻ പറയാണ്, വകാന യൗമൻ അലൽ കാഫിരീന അസീറാ, അന്ന് കാഫിരീങ്ങളായിട്ടുള്ള ആളുകൾക്ക് കടുത്ത ദിവസം തന്നെയായിരിക്കും. വയൗമ യഅല്ലു ദ്വാലിമു അലാ യദൈഹി, അന്ന് സകല അക്രമകാരികളും, സകല ഗുണ്ടായിസ് നടത്തുന്ന ആളുകളും, സകല അഹങ്കാരികളും, ഏകാധിപതികളും, എല്ലാം അടിച്ചമർത്തുന്നവരും കൈ കടിക്കുന്ന ദിവസമായിരിക്കും അന്ന് അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. അന്ന് വേറൊരു കാര്യം കൂടി നടക്കും. ആ ഒരു കാര്യത്തിലോട്ട് പറയാനായിട്ടാണ് ഈ ഒരു ആയത്തുകൾ പറഞ്ഞത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകന്റെ ഒരു സംസാരം ആരംഭിക്കും, എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട്. അവിടെ വെച്ച് പ്രവാചകൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലാഹ് പറയുകയാണ്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പൊ വിളിച്ചില്ല, അഹങ്കാരികളും ദുർമാർഗികളും കൈകടിക്കുന്നവരും മുഖം കറുക്കുന്നവരും എന്നൊക്കെ വിളിച്ചില്ലേ? ഈ സമൂഹം ഉണ്ടല്ലോ, ഇന്ന ഖൗമി, എന്റെ ഈ സമൂഹം ഉണ്ടല്ലോ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഗ്രന്ഥത്തെ അവഗണിച്ച് പുറന്തള്ളിയവരാണിവർ എന്ന് പറയും. ഈ ഹിജ്റ എന്നുള്ള വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഹിജ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഗതികൾ വേർപിരിയാന്നുള്ളതാണ്. പക്ഷെ വേർപിരിഞ്ഞു പോകുന്നയാളാണ് ഹിജ്റ ചെയ്യുന്നത്, മറ്റേത് അവിടെ തന്നെ ഉണ്ടാകും. തിരിച്ചു വരുമ്പോൾ ആശ്ലേഷിക്കാൻ വേണ്ടി, തിരിച്ചു വരുമ്പോൾ സ്നേഹിക്കാൻ വേണ്ടി, വഴക്കിട്ട് പോകുമ്പോൾ തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഖുർആൻ അവിടെ ഉണ്ട്. ഖുർആനോട് വഴക്കിട്ട് പോകുന്നത്, പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നത്, അകന്നു മാറുന്നത്, ഹിജ്റ ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ യാതൊരു കൂസലും ഇല്ലാതെ തട്ടി തകർത്ത് കളഞ്ഞവരാണിവർ, അതിനെ പുറന്തള്ളിയവരാണിവർ എന്ന് പറയും.
അപ്പോഴാണ് ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ ഖുർആനോട് നമ്മൾ വിട പറയുക, ഖുർആനെ നമ്മൾ ഉപേക്ഷിക്കുന്നവരായിട്ട് മാറുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും. അതിന് 5 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഹിജുറു സമാഇഹി വൽ ഈമാൻ ബിഹി. ഒന്നാമത്തേത്, ഖുർആൻ കേൾക്കാനോ ഖുർആനിലുള്ളത് വിശ്വസിക്കാനോ അവർ താല്പര്യം കാണിക്കുകയില്ല. ഖുർആൻ കേൾക്കാൻ പോലും കൂട്ടാക്കുകയില്ല, ഖുർആനിലുള്ളത് വിശ്വസിക്കാൻ പോലും സന്നദ്ധരാവുകയില്ല. ഖുർആൻ തന്നെ പറയും, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ശൈത്താന്റെ ആൾക്കാർ പറയും, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഒന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അതിനേക്കാൾ വിശിഷ്ടമായ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനേക്കാൾ ശ്രേഷ്ഠമായത്, ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ തരുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് പൊടിപ്പും ചൊങ്കലൊക്കെ ചേർത്ത് അവതരിപ്പിച്ച് അതിലോട്ട് ആളുകളെ കൊണ്ടുപോകും. അല്ല, ഖുർആൻ കേൾക്കാൻ പോലും, രണ്ടാമത്തേത് അതിനെ വിശ്വസിക്കാൻ പോലും സന്നദ്ധരാവുകയില്ല. ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ശരിയാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനെ വിശ്വസിക്കാനും അംഗീകരിക്കാനും നമ്മൾ സന്നദ്ധരാണോ? ഞാൻ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ക്ലാസ് എടുക്കുമ്പോ ലഹരിയെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണോ? ലഹരി ഹറാമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി. പക്ഷെ അതിനെ ശരിവെക്കാൻ, അത് തിന്മയാണെന്ന് അംഗീകരിക്കാൻ നമ്മൾ എത്ര പേര് സന്നദ്ധരാണ്? ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കേട്ടിട്ടാണ് വരുന്നത്. ഒരു ചെറുപ്പക്കാരൻ തന്റെ സഹോദരിയെ, ഒരേ ഉദരത്തിൽ പിറന്ന തന്റെ പെങ്ങളെ, തന്റെ അനിയത്തിയെ ഒരു കത്തി കൊണ്ട് മുഖം മുഴുവൻ വെട്ടിക്കീറി, കുത്തിക്കീറി. ആ വാർത്തയും കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ലഹരിക്കടിമപ്പെട്ട സ്വന്തം സഹോദരൻ ഒരേ ഉദരത്തിൽ 10 മാസം കഴിഞ്ഞിട്ടുള്ള തന്റെ സഹോദരിയെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മുഖം കുത്തിക്കീറി. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും വായിച്ചല്ലോ, സ്വന്തം ഉമ്മയെ കടുത്തെറുത്തു കൊന്നു ലഹരിക്കടിമപ്പെട്ട മകൻ. നമുക്കറിയാം ലഹരി അപകടമാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇനി മുസ്ലിം അല്ലെങ്കിലും അറിയാം. പക്ഷെ എന്നാലും അതിനോട് വല്ലാത്തൊരു പ്രതിബദ്ധത, അതിലൊരു അഭിമാനം കാണുക, അതൊരു പുരോഗമനത്തിന്റെ, അതൊരു കേമത്തരത്തിന്റെ, അതൊരു ആഹണത്വത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് കാണുമ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഓർത്ത് നോക്കണം. ഇതങ്ങോട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നീ പിന്നെ ഷെയ്ത്താനായിട്ട് മാറുകയാണ്. നിന്റെ സകല അമലുകളും, നീ വിളിച്ചു പറയുന്നതും, നീ ആക്രോശിക്കുന്നതും, നീ ഇടപെടുന്നതും, നീ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ പൈശാചികമായിട്ടുള്ള ഷെയ്ത്താന്റെ തീരുമാനമായിരിക്കും അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതൊക്കെ തെറ്റാണ് എന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. അതാണ് ഒന്നാമതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല നമ്മളോട് പറഞ്ഞു തരുന്നത്. ഖുർആനെ അവഗണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് അതിനെ വിശ്വസിക്കാൻ പോലും സന്നദ്ധരാവാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹിജുറു അൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരാവാതിരിക്കുക. നമുക്കറിയാം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം നന്മ ആണ്, നല്ലത് ചെയ്യണം. മഅറൂഫ് മുങ്കറാണെങ്കിൽ ചെയ്യരുത്, നല്ലതാണെങ്കിൽ നന്മയാണെങ്കിൽ ചെയ്യണം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടവും ഖുർആന്റെ ഇഷ്ടവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ, നമ്മുടെ താല്പര്യവും ഖുർആന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ഖുർആനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്, അവഗണിച്ചു വിടുകയാണ്. ലോട്ടറിക്ക് ഹറാമാന്നൊക്കെ പറയും. ലോട്ടറി അടിച്ചാൽ 1 കോടി 2 കോടി രൂപ അടിച്ചു കഴിഞ്ഞാലോ അപ്പൊ ഫിക്റാവും. അപ്പൊ നമ്മുടെ താല്പര്യവും ഖുർആന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടും. അവിടെയാണ് അൽ അമലു ബിഹി, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അറിയണം. നമുക്കറിയാലോ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഫലസ്തീനികൾ, ഗസക്കാര്, അവരെന്തൊക്കെ വേദനകളിലൂടെ, യാതനകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ നേതാവായ യഹ്യാ സിൻവാർ മരിക്കുന്ന ഘട്ടത്തിൽ
അദ്ദേഹം 3 ദിവസമായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ വിശന്നിരുന്ന് അദ്ദേഹം ഒരു വസിയത്ത് എഴുതിയിട്ടുണ്ട്. ആ വസിയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബന്ധനസ്ഥരായിട്ട് ബന്ധികളായിട്ട് കുറെ ഇസ്രയേലികളുണ്ട്, നമ്മുടെ ശത്രുക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങൾ. അവരെ പട്ടിണിക്കിടരുത്, അവരോട് കരുണ കാണിക്കണം, അവരോട് അവരെ റെസ്പെക്ട് ചെയ്യണം. മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും അവർക്ക് കൊടുക്കണം എന്ന് വസിയത്ത് എഴുതിയിട്ടാണ് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ യഹ്യാ സിൻവാർ മരണമടഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോഴും ഭക്ഷണം, വിശപ്പ് മാറ്റാൻ, ദാഹം തീർക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കും. മിസ്കീനം വ യതീമം വ അസീറ. അസീറ, യതീമും മിസ്കീനും നമുക്കറിയാം അല്ലെ? യതീമം വ മിസ്കീനം വ അസീറ. അസീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനസ്ഥര, ബന്ദികൾ. ഈ ബന്ദികളെ വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും തങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന, മിസൈലുകൾ ഉണ്ടാക്കുന്ന, തങ്ങളുടെ തലമുറയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഇവർ ചെയ്തില്ലെങ്കിൽ ഇവരുടെ മക്കളെങ്കിലും ഒരുപക്ഷെ നാളെ ഈ നാടിനെതിരെയും ഈ സമുദായത്തിനെതിരെയും ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാം ത്യജിച്ച് കാത്തു സൂക്ഷിക്കുന്ന ആ മസ്ജിദുൽ അഖ്സയ്ക്കെതിരെയും ഒരുപക്ഷെ ഇറങ്ങി തിരിച്ചേക്കാം. അവരെ ഭക്ഷണം ഊട്ടിപ്പിക്കുകയാണ്, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുകയാണ്, അവർ അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. കഴിഞ്ഞ റമദാൻ നമ്മൾ കണ്ടല്ലോ, ആ ഇഫ്താറിന് വേണ്ടിയിട്ട്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഗസയിലെ പാവങ്ങളായിട്ടുള്ള കൊച്ചുകുട്ടികൾ, 8 വയസ്സും 10 വയസ്സും 4 വയസ്സുമുള്ള നമ്മുടെയൊക്കെ കൊച്ചുകുട്ടികളെ പോലെയുള്ള കൊച്ചുകുട്ടികൾ, ബാലന്മാർ, ബാലികമാർ ആ ഗസയിൽ അവിടെയുള്ള മാലിന്യ കൂമ്പാരത്തിൽ ചെന്നിട്ട് അവര് അപ്പക്കഷണങ്ങൾ, റൊട്ടിക്കഷണങ്ങൾ തിരയുന്ന കാഴ്ച, നോമ്പ് തുറക്കാൻ വേണ്ടി അതിന്റെ ഒരു പീസ് അളന്ന് മുറിച്ചെടുത്തിട്ട് കഴിക്കുന്ന കാഴ്ച അവര് ആഗ്രഹിക്കുമ്പോൾ, വിശപ്പ് അവരെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അവരാഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹ് പറഞ്ഞവർക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെക്കുന്നു. അതാണ് രണ്ടാമത് വൽ അമലു ബിഹി. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ഖുർആൻ അവഗണിച്ചവരായിട്ട് മാറും. ഇത് ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും പോരാടിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അവർക്കറിയാം. ജീവിതം പോലും പണയം വെച്ചിട്ട്, എല്ലാ സ്വപ്നങ്ങളും പണയം വെച്ചിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അള്ളാഹിന്റെ മുമ്പിൽ ഒരെത്തിക്കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ ബന്ദികളാക്കി വെച്ചിട്ടൊക്കെ ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന്. അതിന്റെയൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടാണല്ലോ. ഇവരെയൊക്കെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഘട്ടത്തിൽ അല്ല ഉന്മേഷവാന്മാരായി സന്തോഷത്തോടു കൂടി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ടൂർ മൂഡിലാണ് അവരവരുടെ കുടുംബത്തിന്റെ അടുത്തോട്ട് പോയതെന്നുള്ള കാഴ്ച നമ്മളൊക്കെ മീഡിയകളിലൂടെ കണ്ടതാണ്. മൂന്നാമതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, ഹിജ്റു തഹ്കീമിഹി, ഖുർആൻ അനുസരിച്ച് വിധി പറയാൻ വിസമ്മതിക്കുക, അതിന് കൂട്ടാക്കാതിരിക്കുക. ആളുകൾക്കിടയിൽ, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാകുമ്പോ സ്വന്തം താല്പര്യത്തിലോട്ട് പോകാതെ ഖുർആൻ അനുസരിച്ച് അതിനോട് വിധി പറയാൻ സന്നദ്ധരാകും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സമയത്ത് ചെയ്യാറില്ല എന്നുള്ള. നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ചകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖുർആനിലോട്ട് ഹദീസിലോട്ടൊന്നും പോകില്ല. പിന്നെ ഇതൊക്കെ സ്വന്തം താല്പര്യങ്ങളാ. ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, എന്നോട് മാപ്പ് പറയട്ടെ, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, 100 ന്യായങ്ങളുമായിട്ട് നമ്മൾ വരും. പക്ഷെ അല്ലാഹ് പറയാണ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, ഈ ഖുർആൻ അവതരിപ്പിച്ചെന്തെന്നറിയുവോ? ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഹുക്മ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫീമഖ്തലഫൂ ഫീഹി, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ ആയിരിക്കണം അവർക്കിടയിൽ വിധി പറയേണ്ടത് എന്ന് അല്ലാഹു തആല പറയാണ്.
അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ലല്ലോ. ക്രൈസ്തവരും യഹൂദരും ഒന്നും ഞങ്ങളുടെ ഒരു മതപുരോഹിതന്മാരെ ഒന്നും ഞങ്ങളാരും അർബാബായിട്ട്, റബ്ബാക്കിട്ട്, രക്ഷിതാവായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പ്രതിഷ്ഠിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് വേദവിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിലോട്ട് കടന്നു വന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു സംശയം ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, എന്താ മറുപടി എന്നറിയോ? നിങ്ങളുടെ പണ്ഡിതന്മാര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നതാണ് ഹറാമെന്നും ഹലാലെന്നും പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അതാണ് അവരാ വിധി പറയുന്ന ആ ഹുക്കുമാണ് അവരെ ഹാക്കിമാക്കുന്നതും അവരെ റബ്ബാക്കുന്നതും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. നാലാമത്തെ സംഗതി, ഖുർആനെ അവഗണിക്കുന്നതിന്റെ നാലാമത്തെ സംഗതി ഹിജ്റു തദബ്ബുരിഹി, ഖുർആനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ നമുക്കറിയാം, കുറച്ചെങ്കിലും ഒക്കെ അറിയാം. ഫാത്തിഹയുടെ എങ്കിലും അർത്ഥം അറിയുന്നവരാണ്, ചെറിയ ചെറിയ സൂറത്തുകളുടെ എങ്കിലും അർത്ഥം അറിയുന്നവരാണ്. അതും അറിയില്ലെങ്കിൽ ചില വാക്യങ്ങളുടെ എങ്കിലും ആയത്തുകളുടെ എങ്കിലും അർത്ഥം നമുക്കറിയുന്നവരാണ്. അർത്ഥം മാത്രം അറിഞ്ഞാൽ പോരാ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള, ചിന്തിക്കാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹവും കൂടെ രണ്ടുപേരും അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഉബൈദ് ഇബ്നു ഉമൈറും, ഇവര് അത്താ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഉബൈദും, ഈ മൂന്ന് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എത്തുന്നുണ്ട്. എന്നിട്ട് ആയിഷ ബീവിയോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. പ്രവാചകനെ കുറിച്ചൊന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ചെല്ലുന്നതാണ്. എന്നിട്ട് ആയിഷ ബീവിയോട് ഇവര് 3 പേരും കൂടി ചോദിച്ചു, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഏതാന്ന് ചോദിച്ചു. അപ്പോ ഒരു നിമിഷം ആയിഷ ബീവി ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ കാര്യവും അത്ഭുതകരമായിരുന്നു. കാരണം റസൂൽ ഇന്നില്ല. ഇങ്ങനൊരു ചോദ്യം വന്നപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഒരുമിച്ച് കിടന്ന, ഒരുമിച്ച് ജീവിച്ച, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച, ഒരുമിച്ച് യാത്ര ചെയ്ത, ഒരുമിച്ച് തമാശകൾ പറഞ്ഞ, ഒരുമിച്ച് സഹകരിച്ച ആയിഷ ബീവി പൊട്ടിക്കരങ്ങി പോയി. ആയിഷ ബീവി എന്നിട്ട് പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബാ, അള്ളാന്റെ റസൂലിന്റെ ഓരോ കാര്യവും അജബ, അത്ഭുതം തന്നെയായിരുന്നു. പ്രവാചകൻ മൂളുന്നത്, പ്രവാചകൻ പുഞ്ചിരിക്കുന്നത്, പ്രവാചകൻ നടക്കുന്നത്, ഇരിക്കുന്നത്, പ്രവാചകൻ സംഭാഷണം നടത്തുന്നത്, പ്രവാചകൻ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്, പ്രവാചകൻ യാത്രകൾ നടത്തുന്നത്, സമരം നടത്തുന്നത്, മറുപടികൾ കൊടുക്കുന്നത്, ഇതൊക്കെ എല്ലാം അത്ഭുതമായിരുന്നു എന്ന് തന്റെ മുന്നിൽ വന്ന ആളുകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് ഇവര് ചോദിച്ചു, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള ഏതെങ്കിലും അത്ഭുതകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുവോ എന്ന് ചോദിച്ചു. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കലേക്ക് വന്നു, എന്റെ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം രാത്രി ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അങ്ങനെ റസൂലുള്ളാന്റെ അടുക്കിലേക്ക് എത്തി. അപ്പൊ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കിരിക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ആഗ്രഹിക്കുന്നു ആയിഷ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ പറഞ്ഞു, എങ്കിൽ താങ്കൾ നമസ്കരിച്ചോളൂ, ഞാൻ ആ നമസ്കാരത്തിന് താങ്കളോട് ഒപ്പം ഒന്ന് ഇരുന്നോട്ടെ, അടുത്തൊന്ന് ചാരത്തിരുന്നോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങുവാണ്. അള്ളാന്റെ റസൂല് കൈകെട്ടിയിട്ട് ഒരു നിപ്പാണ്. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ടാണ് ഫാത്തിഹയും സൂറത്തും ഒക്കെ ഇങ്ങനെ മുഴുവിച്ചു കൊണ്ടിരിക്കുന്നത്. കരങ്ങി പ്രവാചകന്റെ താടി രോമത്തുകൂടി ഈ കണ്ണുനീരിങ്ങനെ വാർന്നൊലിച്ചു കൊണ്ടിരിക്കുകയാണ്.
പിന്നെ പ്രവാചകൻ ദീർഘനേരം സുജൂദ് ചെയ്തു, പിന്നെ ദീർഘനേരം റുക്കൂ ചെയ്തു, ഒക്കെ ചെയ്തു. ഒക്കെ അള്ളാഹുവിന്റെ റസൂല് കരയാണ്. പ്രവാചകന്റെ വസ്ത്രത്തിലും സുജൂദ് ചെയ്യുമ്പോൾ അവിടെയുള്ള തറയിലും മണ്ണിലും ഒക്കെ പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോ നമുക്ക് ഹദീസിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിക്കും കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വീട്ടിലോട്ട് കടന്നു വന്നു. പ്രവാചകനെ വിളിച്ചു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച ഇതാണ്. താടിക്കും കൈ കൊടുത്ത് വളരെ ദുഃഖിതനായിരിക്കുന്ന, കരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകൻ എന്നോട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ബിലാലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇന്നലെ ഏതാനും ചില ആയത്തുകൾ അവതരിച്ചു, അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാ ഈ ആയത്ത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഈ ഭൂമിയുടെയും ഈ ആകാശത്തിന്റെയും സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഈ മാറി മാറി വരുന്ന രാവും പകലും, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് ഓർത്തോർത്താണ് എന്റെ നിസ്കാരം കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടത്. ഞാൻ അത് ഓർത്തിട്ടാണ് ഈ സുബഹി വരെയും എന്റെ ഉറക്കം എന്റെ നഷ്ടപ്പെട്ടു പോയത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയും. എന്നിട്ട് റസൂല് പറയുന്ന അതാണ് നമ്മുടെ പോയിന്റ്. പ്രവാചകൻ ബിലാലിനോട് പറഞ്ഞു കൊടുക്കണം റളിയല്ലാഹു അൻഹു, വൈലുൽ ലമൻ ഖറഅഹാ സുമ്മ യതഫക്കർ ഫീഹാ വൈഹക യാ ബിലാൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും എന്നിട്ട് സുമ്മ ലം യതഫക്കർ ഫീഹാ, അതിൽ ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വൈഹക യാ ബിലാൽ, നാശമാണ് ബിലാലെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം അതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അല്ലെ. അഞ്ചാമതായിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഹിജ്റുൽ ഇസ്തിശ്ഫാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിജ്റുൽ ഇസ്തിശ്ഫാ. ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ മനസ്സിനെ ശമനം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഖുർആനിലൂടെ ഒരു ശമനം. നമുക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ, വേദനയൊക്കെ ഉണ്ടാകുമ്പോ, കുത്തുവാക്കുകളൊക്കെ ഉണ്ടാകുമ്പോ, നഷ്ടങ്ങള്, പരാജയങ്ങള്, അടിച്ചമർത്തലുകള്, നമ്മളൊക്കെ അങ്ങോട്ട് തറപ്പറ്റിക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് കൂടങ്ങ് എഴുന്നേക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മൾ ഖുർആനിലോട്ട് പോകാതെ വേറെ, അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ലഹരിയൊക്കെ വരുന്നത്. ഖുർആനിലോട്ട് പോകാതെ മറ്റെങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനെ അവഗണിച്ചവരിലേക്ക് നമ്മൾ മാറും. എല്ലാത്തിനും പരിഹാരമായിട്ട്, നമ്മുടെ എല്ലാ സംഘർഷങ്ങൾക്കും വേദനകൾക്കും പരിഹാരമായിട്ട് പരിശുദ്ധ ഖുർആനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒന്നുകൂടെ പോവാം ഫലസ്തീനിലോട്ട്, ഗസയിലേക്ക്. അവിടെ നമ്മൾ കണ്ടതാണ്, പല കാഴ്ചകളും കണ്ടതാണ്, വേദനിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നാസർ എന്ന് പറയുന്ന മധ്യവയസ്കൻ, നാസർ, ഒരുപക്ഷെ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവാം. നാസർ അദ്ദേഹം ഒരു ആശുപത്രിയിലെ സെക്യൂരിറ്റി ഗാർഡാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെയാണ്, ഒക്ടോബറിൽ തന്നെയാണ്, നവംബർ ഒരു മാസം പോലും തികയുന്നതിന് മുമ്പാണ്, തൂഫാൻ ലക്സയ്ക്ക് ശേഷം. നാസർ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് താൻ താമസിക്കുന്ന 3 നില കെട്ടിടം മുഴുവൻ ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി എന്ന വാർത്ത അറിയുന്നത്. ഇതറിയുന്ന താമസം അദ്ദേഹം എമർജൻസി വാർഡിലോട്ട് ഓടി. കാരണം പ്രിയപ്പെട്ടവർ മുഴുവൻ അവിടെയാണുള്ളത്. അപ്പൊ വാർഡിലെത്തിയപ്പോൾ അവിടെ കൂട്ടിയിരിക്കുന്ന മയ്യത്തുകൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇങ്ങനെ തിരയാനായിട്ട് തുടങ്ങി. അപ്പൊ തിരഞ്ഞപ്പോ കാണുന്നു കൂട്ടിങ്ങനെ ഇട്ടേക്കുവാണ് കബന്ധങ്ങൾ. അപ്പൊ തിരഞ്ഞപ്പോ കണ്ടു തന്റെ 2 പെൺമക്കൾ, പിന്നെ നോക്കിയപ്പോ തന്റെ പ്രിയതമ, പിന്നെ നോക്കിയപ്പോൾ തന്റെ പേരക്കുട്ടികൾ, തന്റെ മരുമകൻ, തന്റെ മരുമകൾ, തന്റെ കുടുംബത്തിലുള്ള സകലരും
അവിടെ വെച്ച് ഷഹീദായിരിക്കുന്നു. അവരുടെ ശരീരമാണ് അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. നാസർ പിന്നീട് ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഒരു വീഡിയോ കോൾ ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോസും ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കരയേണ്ടവനല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കരയേണ്ടവനല്ല. ഇത് നാസറിനെ പഠിപ്പിച്ച ആരാണ്? ഇത് എവിടുന്ന് കിട്ടിയതാണ്? നമുക്കറിയാമല്ലോ, ഹമാസിന്റെ തന്നെ മറ്റൊരു നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ, അദ്ദേഹം അക്രമത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന തന്റെ സഹോദരങ്ങളുടെ അവരെ ഇങ്ങനെ ആശുപത്രിയിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അവിടെ മറത്തലയ്ക്കൽ നിന്ന് പറയുന്നത്, ഇസ്മായിൽ, നിങ്ങളുടെ മക്കൾ വടക്കൻ ഗാസയിലെ ഷാത്തിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇസ്മായിൽ ഹനിയ കേൾക്കുന്നത്. അദ്ദേഹം ഒന്ന് മൂളി, എന്നിട്ട് വളരെ സാവധാനം താഴേക്കൊന്ന് നോക്കി, പിന്നെ മുന്നോട്ടൊന്ന് നടന്നു. അദ്ദേഹം അവിടെയുള്ള ആളുകളെയൊക്കെ പരിചരിക്കുകയും നോക്കുകയും അവരോട് സംസാരിക്കുകയും ആയിരുന്നു. ആ പ്രവർത്തനത്തിലേക്ക് വീണ്ടും അവിടെ വെച്ച് തന്നെ അദ്ദേഹം മുഴുകി. ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതേ ഘട്ടത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്ന ആളുകളുടെ സൂയിസൈഡ് റേറ്റ് ഉള്ളത് അമേരിക്കൻ, യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലെ വികസിത രാജ്യങ്ങളിൽപ്പെട്ടവർക്കാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, നോമ്പ് തുറക്കാൻ എങ്ങനെ വകയില്ലാത്ത ആളുകൾ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. അവർ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും അവരെ തളർത്തുന്നില്ല. ഇതാണ് ഫസബുറുൻ ജമീൽ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ ചെന്നായ പിടിച്ചു എന്ന വാർത്ത കേട്ടപ്പോ ഒരു ഉപ്പയാണ് കേൾക്കുന്നത്. ഉപ്പയ്ക്ക് അറിയില്ലല്ലോ ചെന്നായ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്, പക്ഷെ കേൾക്കുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞില്ലേ, സബറുൻ ജമീൽ. ഇത് പാരായണം ചെയ്യുന്നവരല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല അവിടെയുള്ളത്. കാലങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു മകനും നഷ്ടപ്പെട്ടപ്പോൾ അവിടെയും യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഫസബറുൻ ജമീൽ. ഖുർആനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇസ്ബിർ സബറൻ ജമീല, ഫസ്ബിർ സബറൻ ജമീല. നിങ്ങളും സുന്ദരമായി നിങ്ങൾ സബർ കാണിക്കണം, ക്ഷമ കാണിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ പതറാതെ നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തോറ്റു പിന്മാറുക എന്നല്ല. സബർ കാണിക്കണം എന്ന് പറഞ്ഞാൽ ആക്രോശിക്കണമെന്നുമല്ല, ബഹളം വെക്കണമെന്നുമല്ല. പതറാതെ, ലക്ഷ്യം മറക്കാതെ, ഉറപ്പോടുകൂടി നിൽക്കണമെന്നാണ്. ഫസ്ബിർ സബർ. എങ്ങനെ? സബറൻ ജമീല, ഏറ്റവും സുന്ദരമായി, ഏറ്റവും മാന്യമായി, ഏറ്റവും പക്വതയോടുകൂടി. ഫസ്ബിർ സബറൻ ജമീല എന്ന് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, അത് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുമ്പോ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് എങ്ങനെ തളരാൻ കഴിയും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല ഖുർആൻ. ഇന്നഹും യറൗനഹു ബഈദ. ഇതൊന്നും അകലെയല്ല കേട്ടോ. ഈ നഷ്ടപ്പെട്ടു പോയവരെയൊക്കെ തിരിച്ച് യറൗനഹു ബഈദ, അതൊന്നും ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊന്നും അല്ല കാണാൻ പോകുന്നത്. വതറാഹു ഖരീബ. ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം, ഉടനെ തന്നെ അവരുടെ അടുക്കിലേക്ക് കാണാം. ആ ഒരു സംഗമം, ആ ഒരു കൂടിക്കാഴ്ച, ആ ഒരു ആശ്ലേഷണം ഉടനെ തന്നെ നടക്കും. അതുകൊണ്ട് ഫസ്ബിർ സബറൻ ജമീല ഇതൊക്കെ പറഞ്ഞിരുന്നല്ലേ ഖുർആൻ. ആ ഖുർആന്റെ മാസമാണ് പരിശുദ്ധ ഈ വരാൻ പോകുന്നത്. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റമദാനിൽ നമ്മുടെ ആവേശം, നമ്മുടെ ശ്രദ്ധ എല്ലാം ഖുർആനിലോട്ട് നമ്മൾ മാറ്റിവെക്കണം. അങ്ങോട്ടേക്ക് നമ്മൾ തിരിയണം. അപ്പോഴാണ് നമ്മുടെ റമദാനായിട്ട് മാറ്റിയെടുക്കാൻ, നേടിയെടുക്കാൻ, അതിന്റെ ഫലങ്ങൾ ആർജിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുണ്ടായി, യുസയ്യിനുല്ലാഹു കുല്ല യൗമിൻ ജന്നതഹു. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ദിവസവും സ്വർഗം ഇങ്ങനെ യുസയ്യിനു അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. എന്നിട്ട് സ്വർഗത്തിനോടൊരു കാര്യം പറയുന്നുണ്ട്, വയൂഷികു ഇബാദിസ് സാലിഹൂൻ. ഉടനെ തന്നെ എന്റെ നല്ലവരായ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും കേട്ടോ. അയ്യുൽഖു അൻഹും
അൽ മഊനത വൽ അദാ വയസീറു ഇലൈക്. അവര് കുറച്ച് പ്രയാസപ്പെട്ട് ദാഹമൊക്കെ സഹിച്ച് വിശപ്പൊക്കെ സഹിച്ച് ത്യാഗങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അവർ ഇരിക്കുകയാണ്. വയസീറു ഇലൈക്, അവർ ഉടനെ തന്നെ നിന്റെ അടുക്കിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും സ്വർഗത്തെ ഇങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവന്റെ നല്ലവരായ ഉത്തമരായ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് എത്തിച്ചേരാനും അതിന്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കുമാറാവട്ടെ. നാളെ അവന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും എല്ലാവർക്കും അല്ലാഹു തആല അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.